അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ് സുഖം തന്നെയാണ്. പിന്നെ കുറച്ച് നാളുകളായി നമ്മൾ വീഡിയോയിൽ വന്നിട്ട് ഉള്ള വീഡിയോ മിസ്സിംഗ് ആണ്. അപ്പോൾ കുറേ ആളുകൾ പറയുന്നുണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, പക്ഷെ ഞാൻ അതിനകത്ത് അങ്ങനെ ഒരു നിറസാന്നിധ്യമല്ലാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. എന്നാലും അപ്പോഴും ചോദിക്കും എന്തേ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ. ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് അഭിമാനം കൊള്ളുന്നു. പിന്നെ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു മെയിൻ വിഷയമായിട്ടൊന്നുമല്ല ഞാൻ വന്നത്, പക്ഷേ അതിൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ എന്റെ ചാനൽ മോണിറ്റൈസ് ആവാനുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മോണിറ്റൈസ് ആയി എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റുന്നൊരു അവസ്ഥയിലല്ല ഞാനിപ്പോ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1000 സബ്സ്ക്രൈബ് ആകുമ്പോൾ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം, അല്ല യൂട്യൂബ് ചാനൽ ആരംഭിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭയങ്കര സന്തോഷമാണ്. 1000 വാച്ച് അവർ അല്ല 1000 സബ്സ്ക്രൈബ് ആകുമ്പോൾ അതിന്റെ ഒരു ക്രൈറ്റീരിയയുടെ ഒരു ഭാഗം കഴിഞ്ഞു എന്നുള്ളതാണ്. 1000 സബ്സ്ക്രൈബായി നമ്മളത് കേക്ക് മുറിച്ചും സന്തോഷങ്ങൾ പങ്കിട്ടും എല്ലാവരോടും നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ അറിയിച്ചിട്ടൊക്കെ ആ ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞു പോകും. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അതിനേക്കാൾ കഠിനമായ ഒരു പരീക്ഷണത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. കാരണം 4000 വാച്ച് അവർ കൂടി കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ കഴിയുകയുള്ളൂ എന്നാണ് നമ്മുടെ വിശ്വാസം. എങ്കിൽ അത് ശരിയാണോ? അതാണ് എന്റെ ചോദ്യം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3999 വാച്ച് അവറായ ആളാണ് ഞാൻ. അപ്പൊ ഒരു വാച്ച് അവറിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതിനു വേണ്ടി കാത്തിരുന്ന ഞാൻ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ വീഡിയോസിനൊക്കെ ചിലപ്പോൾ 10-20 വാച്ച് അവറൊക്കെ കയറിയിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്നാവും, നമ്മൾ നാളെ ആവും. പക്ഷേ യൂട്യൂബ് നമ്മളെ അംഗീകരിച്ച് നമുക്ക് ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് നമുക്ക് മോണിറ്റൈസേഷന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് 1, 2, 3 എന്ന് പറഞ്ഞുള്ള സ്റ്റേജുകളും ഉണ്ട്. ഓരോ സ്റ്റേജിലും നമ്മൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആദ്യത്തെ സ്റ്റേജ് ക്ലിയർ ആയി. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് പെനാൽറ്റി കിട്ടിയെന്ന് തന്നെ ചിലപ്പോൾ പറയാല്ലേ, അങ്ങനെ ഞാൻ പറയാന്ന് തോന്നുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോണിറ്റൈസേഷനിൽ അവരൊരു തെറ്റ് കണ്ടുപിടിച്ചു. ആ തെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് റീയൂസ്ഡ് കണ്ടന്റ് ആണ് നിങ്ങളുടെ വീഡിയോസിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലായില്ല, അതെങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മൾ ആകെ വല്ലാത്തൊരു വിഷമായിട്ടോ നമുക്ക്. കാരണം നമ്മൾ ഈ ഒരു അവസ്ഥ തരണം ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ഇല്ല ഇല്ല തെങ്ങ് ചതിക്കില്ല. അതെയാ, വരട്ടെ വരട്ടെ വരട്ടെ. ഇല്ല. അപ്പൊ വഴിയില് ആങ്ങളെ കൊണ്ട് ആള് സംസാരിച്ചാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ മോണിറ്റൈസേഷൻ ആവാതെ വന്നപ്പോൾ നമുക്കത് ഭയങ്കര സങ്കടമായി. പിന്നെ അവര് റീസൺ കണ്ടെത്തി നമ്മൾ അതിനെ അപ്പീൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മളൊരു അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് നെക്സ്റ്റ് അപ്പീൽ എന്ന് പറഞ്ഞിട്ട് നവംബർ 16-ന് നമുക്കൊരു അപ്പീൽ ഡേറ്റ് തന്നു. ഇന്നലെ ആയിരുന്നു ആ ഡേറ്റ്. അന്ന് ഞാൻ അപ്പീൽ കൊടുത്തു. പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ റീപ്ലൈ വരുമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കണ്ടു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബിൽ കൂടെ നിങ്ങൾക്ക് കുറെ വരുമാനം കിട്ടുന്നില്ലേ, നിങ്ങൾ യൂട്യൂബിലൂടെ സമ്പാദിക്കുന്നില്ലേ, നിങ്ങൾക്ക് യൂട്യൂബിൽ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറയുന്ന ആളുകളും ബാഡ് കമന്റുകൾ ഇട്ടിട്ട് നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളും മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാണ്. യൂട്യൂബിൽ ചെയ്യുന്ന ജോലിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയോ? നല്ല ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് യൂട്യൂബ്. കാരണം നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി എന്ന ഒരു എന്താ പറയാ ഗുണം അതിലുണ്ട് എന്ന് മാത്രം. പിന്നെ നമ്മൾ വ്ളോഗുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊക്കെ ഇടുന്ന വ്ളോഗുകളാണെങ്കിൽ അതിന് ചിലവ് കോസ്റ്റ്ലി ആയിട്ടുള്ള വ്ളോഗുകൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടിട്ടില്ല എന്നുള്ളതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ 2 ചാനലിലെ വീഡിയോസ് ഇടാനും ഞാൻ കോസ്റ്റ്ലി ആയിട്ട് ഒന്നും തന്നെ ചിലവാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മാർഗം ഇല്ല, അതാണ് സത്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് കിട്ടും. അപ്പം ഞാനിപ്പോ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുമൂലം എനിക്ക് സംഭവിച്ച വലിയ നഷ്ടം, ആ ഒരു കഥ കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത്, കഥയല്ല യാഥാർത്ഥ്യമാണ്, അതുകൂടി നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ്. അദ്ദേഹം ഗൾഫിൽ പോയിട്ട് 20 വർഷമായി, 20 വർഷത്തിന്റെ മുകളിലായി. അപ്പോൾ ഈ വർഷങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കാതെയും എന്താ പറയാ മറക്കാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ വിഷയങ്ങളും ഒക്കെയാണ്. പക്ഷേ
ഇന്നലെ 16-ാം തീയതി ഞാൻ അപ്പീൽ കൊടുത്തു. അപ്പീലിന്റെ ടെൻഷനിലാണ്. അപ്പൊ ഈ 16-ാം തീയതി അപ്പീൽ കൊടുക്കണമെങ്കിൽ അതിനുള്ള വീഡിയോ തയ്യാറാക്കാനൊക്കെ ആയിട്ട് ഞാൻ ഏതാണ്ട് ഒക്ടോബർ തുടങ്ങി തന്നെ അതിന്റെ പിന്നിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാരിഫൈ ചെയ്ത് നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടെൻസ്ഡ് ആണ്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകണം. ചില സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു പോകാറുണ്ട്. കാരണം ഇത് എന്ത് ചെയ്യും, ഏത് ചെയ്യും ആലോചിക്കുക. കാരണം ഒരുപാട് അറിവുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, അറിവില്ലാത്തവർക്കും ബുദ്ധിമുട്ട്. ഈ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അതിന് തെറ്റ് പറ്റുമോ, അവിടെ പറ്റുമോ, ഇവിടെ പറ്റുമോ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഈ ഇടയിലുള്ള ആളുകൾ. അതിലൊക്കെ പെട്ട ആളാണ് ഞാനോട്ടോ. അങ്ങനെ 16-ാം തീയതി രാത്രി 12 പാതിരാട്ടാ, അതായത് 17-ാം തീയതിയിലേക്ക് കടന്നു. 12:19 വരെ ഞങ്ങള് മെസ്സേജുകൾ സെൻഡ് ചെയ്തു. ഇതിനെക്കുറിച്ചും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ 17-ാം തീയതിയിലത്തെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ഞാൻ മറന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാതെ സങ്കടമല്ലേ. നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മളുടെ എന്താ പറയാ, ഒരു ബർത്ത്ഡേ ആഘോഷിച്ചില്ല അല്ലെങ്കിൽ മറന്നുപോയി എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ആളുകളുടെ സങ്കടം ചെറുതൊന്നുമല്ല. പക്ഷേ അങ്ങനൊരു സംഗതി സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ, ആ അനുഭവിച്ച ആളേക്കാൾ ദുഃഖം അത് എന്താ പറയാ, അതിന് കാരണക്കാരായവർക്കായിരിക്കും എനിക്ക് തോന്നണ കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായേക്കാൾ സങ്കടം എനിക്കൊരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് മറന്നുപോയില്ലേ എന്നൊരു കുറ്റബോധം. ഒരു മനുഷ്യന്റെ കുറ്റബോധം അവനെ എവിടെ എത്തിക്കുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം ഞാൻ സംസാരിച്ചിരുന്നു, എന്നിട്ട് പോലും ഞാനത് ഓർത്തില്ലല്ലോ. എന്റെ ടെൻഷൻ മുഴുവൻ ഇതായിരുന്നു. കാരണം എന്തോ കഷ്ടപ്പെട്ടത് ആ പകലില്ലാതെ ഈ യൂട്യൂബ് 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടും മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തിയിട്ടും എനിക്കത് അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു എൻ്റെ ഒരു വശത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ മറന്നു, കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയി. പക്ഷെ അതിലൊരിക്കലും ഞാൻ വിടാൻ പാടില്ലാത്തൊരു സംഗതിയായിരുന്നു ഇത്. കാരണം സ്വന്തം ഹസ്ബൻഡിനെ വിഷ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവില്ലേ അത് മോശമായി എന്ന് തോന്നണവരല്ലേ നിങ്ങളെല്ലാവരും. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറയണം കേട്ടോ. കാരണം സത്യസന്ധമായ മറുപടി പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് മറന്നുപോയി തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളെ അല്ലെ, അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളെ മാറ്റി വെക്കും, മറച്ചു വെക്കും, ഇല്ല. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മളത് ചെയ്യില്ല. പക്ഷെ എൻ്റെ മനസ്സിന്റെ എവിടെ എനിക്കൊരു തരി പോലും ഓർമ്മയുണ്ടായില്ല. പിന്നെ വേറൊരു വിഷയം ഉണ്ട് കേട്ടോ. ഞങ്ങള് ആളിവിടെ വന്നിട്ട് പോകുമ്പോൾ ആള് പറഞ്ഞു നവംബർ ഡിസംബർ ആവുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് 2 മാസം അവിടെ വരാനുള്ള ചാൻസ് നോക്കണം കേട്ടോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും അപ്പോഴേ ഞാൻ മനസ്സിൽ കണ്ടതാണ് നവംബറിൽ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബർത്ത്ഡേക്ക് ഞാൻ അവിടെ ഉണ്ടാവുമല്ലോ, ആളുടെ കൂടെ ഉണ്ടാവും എന്നൊരു ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നവംബർ കഴിഞ്ഞിട്ട് നമുക്ക് നവംബറിൽ പോകാൻ പറ്റില്ല, ഡിസംബറിൽ പോകാൻ പറ്റില്ല. ഡിസംബറിലും പോകാൻ പറ്റുന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ, എനിക്കൊരു ഉറപ്പില്ല. അപ്പൊ അതങ്ങനെ നിൽക്കണു. അപ്പൊ അതിനിടയിൽ ഇതെവിടെയോ വെച്ച് മറന്നു പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ അതുകൊണ്ട് അനുഭവിച്ചൊരു ടെൻഷൻ ചെറുതൊന്നുമല്ല. എല്ലാ പ്രവാസികളുടെ ഭാര്യമാർക്കും പ്രവാസികളുടെ കുടുംബക്കാർക്കും ഒക്കെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ ചിലവഴിക്കുന്നത് നമുക്ക് വേണ്ടിയാണല്ലോ, അവരവിടെ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. അവരുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ, കാരണം നാട്ടിൽ കൂടാൻ കഴിയുന്ന വിശേഷ ദിവസങ്ങളിൽ ഒന്നും അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഒരു കല്യാണം വന്നാൽ അല്ലെങ്കിൽ ഒരു മരണം വന്നാൽ ഒന്നും അവർക്കത് അനുഭവിക്കാൻ കഴിയാത്ത ആളുകളാണ് അവർ. നമുക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അവരെ മറന്നു എന്ന് ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് സംഭവിച്ച ആ ഒരു തെറ്റ് പല ആളുകൾക്കും സംഭവിക്കുന്നുണ്ടാവും. അതുമൂലം വേദനിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് സംഭവിച്ച പോലെ തെറ്റ് മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ ഞാൻ. കാരണം ഇന്നത്തെ വിഷയം ഒന്ന് നമ്മുടെ മോണിറ്റൈസേഷനെ സംബന്ധിച്ചാണ്, രണ്ട് നമ്മൾ അറിയാതെ മറന്നു പോകുന്ന ചില കാര്യങ്ങളെ കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന നമ്മുടെ സങ്കടങ്ങളാണ് അല്ലെ. എനിക്ക് നല്ല വിഷമായി, എനിക്കെന്നല്ല എല്ലാവരും വിട്ടുപോയി. ഒരാൾ ഓർമ്മിച്ചിരുന്നുവെങ്കിൽ അതെല്ലാവരും ഓർമ്മിക്കുമായിരുന്നു. നമ്മൾ ഒരാൾക്കത് ഓർമ്മയില്ലെങ്കിൽ എല്ലാവരോടും കാത്തിരുന്നിട്ട് നമ്മൾ വിഷയം കാര്യങ്ങളൊക്കെ അറിയിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സംഗതി എല്ലാവരും മറന്നുപോയി. പല കാരണങ്ങളെ കൊണ്ട്. ഇന്നലെ മോനുമാണെങ്കിൽ നേരം വൈകിട്ടാണ് വന്നത്. അവന് ഇന്നലെ കോയമ്പത്തൂർക്കായിരുന്നു. കോയമ്പത്തൂരും അവനും മോൻ്റെ സാറും കൂടി ട്രാവൽ ചെയ്തിട്ട് കുറേ കമ്പനി സാധനങ്ങൾ മേടിക്കാനൊക്കെ അവർക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ട്രാവൽ ചെയ്ത് വല്ലാതെ ക്ഷീണിച്ചിട്ട് അവൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവനും ഓർത്തില്ല, എന്തിനു പറയണു, ഞങ്ങൾ ആരും അത് മോൾക്കും ഓർമ്മയുണ്ടായില്ല. മോള് പറഞ്ഞത് നവംബർ മാസം വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആ മാസം തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് അവള് പറഞ്ഞത്. അപ്പൊ മൊത്തത്തിൽ അങ്ങ് വിട്ടുപോയി എന്ന് പറഞ്ഞ ബ്ലാങ്ക് ആയി പോയില്ലേ. അപ്പൊ ഇത് അനുഭവിക്കുന്ന ആളെന്താ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ളവർ മൊത്തത്തിൽ എന്നെ മറന്നുപോയി എന്നുള്ളതാണ്. സത്യം അതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആൾക്കും അറിയാം ഇത് സത്യമൊന്നുമല്ല, ആള് നമ്മൾ മറന്നിട്ടൊന്നുമല്ല. പക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അവർ പറയുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്.
പക്ഷെ അതിനേക്കാൾ ന്യായം നമ്മുടെ ഭാഗത്തുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു നിമിഷം അല്ലെ, ഒരു നിമിഷത്തെ ഒരു ചെറിയൊരു വിഷ് എത്രേ വേണ്ടു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അല്ലെ ജന്മദിനാശംസകൾ. അത് നമ്മൾ പാലിക്കുന്നത് കൊണ്ടുണ്ട്, അല്ലാത്തവർക്ക് ഒരു വിഷയവും. നമ്മളത് പാലിച്ചു പോരുന്നവരാകുമ്പോൾ അത് മറന്നു എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്ന ഒരു സങ്കടമൊന്നുമല്ല. പക്ഷെ സഹിക്കുക. ഞാൻ ഒരുപാട് സോറി പറയാൻ നിങ്ങളുടെയും കൂടി മുമ്പിൽ വെച്ചിട്ട് ഞാൻ സോറി പറയാൻ പുള്ളിനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു അതിനെന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എവിടെയും തട്ടാതെ ഒഴിഞ്ഞു മാറിപ്പോയപ്പോൾ അത് ഭയങ്കര സങ്കടമായി. മൊത്തത്തില് മോൾക്ക് വിഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, എല്ലാവർക്കും വിഷമായി. കാരണം പ്രവാസികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നൊമ്പരാല്ലേ. ഈ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. കാരണം നമ്മൾ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്നവരായിരിക്കും അവരും അങ്ങനെ തന്നെയാണ്. നമ്മളെ അവരുടെ ജീവനേക്കാൾ ഉപരിയായി അവർ നമ്മളെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം തന്നെയാണ് അല്ലെ വലിയൊരു എന്താ പറയാ വിലങ്ങ് തടി. സ്നേഹം ഇല്ലെങ്കിൽ ആർക്കെന്താ പ്രശ്നം, അപ്പൊ ആ ഒരു വിഷയമില്ല, കഴിഞ്ഞു, വിഷയം കഴിഞ്ഞു, പിന്നെ ആളെ വിഷയമാണ് അവിടെ എല്ലാം തീർന്നു. പക്ഷെ സ്നേഹത്തിന്റെ ഒരു എന്താ പറയാ കാണാക്കെട്ട് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സങ്കടം തോന്നിപ്പോകുന്നത്. എന്തായാലും ഞങ്ങൾക്ക് പറ്റിയിട്ട് ആർക്കും പറ്റാതിരിക്കട്ടെ. കാരണം ഒരാൾ മറന്നു, പിന്നെ എന്തേ എല്ലാവരും പറഞ്ഞു. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഒരാൾ ഓർത്താൽ ആരും പിന്നെ അത് മറക്കില്ല. ആ ഒരാൾ തന്നെ തീരുമാനിച്ച് അല്ലെങ്കിൽ മുൻകൈ എടുത്ത് നമ്മൾ അതിനു വേണ്ടിയുള്ള എല്ലാ സംഗതികളും നമ്മൾ ഒരുക്കി കൂട്ടും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ മറന്നുപോയി എന്നുള്ളത് ഒരു കാരണമൊന്നുമല്ല, ഒരു രക്ഷപ്പെടലും അല്ല കേട്ടോ. പക്ഷെ മറവി സംഭവിച്ചു പോയി. എന്നാലും എനിക്കെന്നല്ല, ഞങ്ങൾക്ക് മൊത്തത്തിൽ ഭയങ്കര ടെൻഷനായി. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു ഇനി നമ്മുടെ വീട്ടിൽ ഇനി ഒരു ആഘോഷവും ഇല്ല, ഇനി അടുത്ത കൊല്ലം ഉപ്പാണ് ബർത്ത്ഡേ ആഘോഷിച്ചതിന് ശേഷം അല്ലാതെ എന്നൊക്കെ ഞങ്ങൾ പറയുകയുണ്ടായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് നമ്മൾ എന്താ പറഞ്ഞു പോകുന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നമുക്കതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ തോന്നണില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ആള് തന്നെ അതിന് സമ്മതിക്കൂല. കാരണം ആളത് ഓർത്തെടുത്തിട്ട് അത് ചെയ്യും ഇത് ചെയ്യും. ഇപ്പൊ വെഡിങ് ആനിവേഴ്സറി വന്നാൽ പോലും പുള്ളി പറയും ഡ്രസ് എടുക്കുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആളാണ്. പിന്നെ മറ്റൊരു വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നത് മാർച്ച് മാസം തൊട്ട് ഇപ്പൊ തുടങ്ങും. കാരണം മരുമോന്റെ ബർത്ത്ഡേ മാർച്ചിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിലിൽ മോളുടെ ബർത്ത്ഡേ ആണ്. പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഏപ്രിലാണ്. പിന്നെ മെയ്യില് എന്റെ ബർത്ത്ഡേ ആണ്. ജൂണിൽ പേരക്കുട്ടി ഇവിടുത്തെ മോന്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ ജൂണിൽ മരുമോളുടെ ബർത്ത്ഡേ ജൂണിലാണ്. പിന്നെ ജൂലൈയിൽ വരുന്നത് മോളുടെ മൂത്ത കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ ഏപ്രിലില് മോളുടെ രണ്ടാമത്തെ കൊച്ചിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഓഗസ്റ്റിലില്ല. പിന്നെ സെപ്റ്റംബറിൽ വരുന്നത് മോന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഒക്ടോബറിൽ ഒന്നുമില്ല. പിന്നെ നവംബറിലാണ് ഇതിന് ശേഷം വരുന്നത്. പക്ഷെ ആ ഒക്ടോബർ ഒരു മാസം അങ്ങ് കടന്നു പോകും. പക്ഷെ നവംബർ വിട്ടുപോയത് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇത് വേറെ ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഓർക്കുക, നമ്മൾക്ക് വേണ്ടി നമ്മളെ മാത്രം എന്താ പറയാ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്ന ആളുകളെ മറക്കാതിരിക്കുക, മറന്നു പോവാതിരിക്കുക. നമ്മൾ മറന്നിട്ടല്ല സത്യത്തിൽ അത്, പക്ഷെ അത് അങ്ങനെ സംഭവിക്കുന്ന ആ ഒരു നിമിഷത്തിന്റെ വേദന ചെറുതൊന്നുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ആളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താ പറയാ, ആൾക്ക് ചാനലുണ്ട്, KL ബ്രോ ഷമീർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട്. ആ ചാനലിൽ ആളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ആൾക്ക് സ്പോൺസർ ചെയ്തത് ഞങ്ങളുടെ അലിത്താട മോനും മരുമോളും കുഞ്ഞൊക്കെ കൂടിയിട്ടാണ്. ആങ്ങളുടെ മോനുണ്ട് അവിടെ. അവരെല്ലാവരും കൂടി ആ ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ച് ആഘോഷിച്ചു. എന്നിരുന്നാലും എവിടെയോ ഒരു സങ്കടമുള്ള പോലെ ബാങ്ക് കൊടുക്കും. ഞാൻ നിർത്താൻ കേട്ടോ.